നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരിയിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ തന്റെ പേരിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. തനിക്ക് വേണ്ടി ഒരു സംഘം പാണക്കാട് പോയി എന്ന വാർത്ത തെറ്റാണ്. തനിക്ക് സീറ്റ് വാങ്ങിത്തരാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നും മുഹമ്മദ് ഷാ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മലബാറിലെ സീറ്റുകളിൽ പരിഗണിച്ചാൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് പാർട്ടി എന്ത് ദൗത്യം ഏൽപ്പിച്ചാലും നിർവഹിക്കുമെന്നും മുഹമ്മദ് ഷാ പ്രതികരിച്ചു. എന്റെ കുടുംബം മുഴുവൻ ലീഗാണ്. പാർട്ടി എന്ത് പറഞ്ഞാലും ഇവിടെ നിന്നല്ല, ഇന്ത്യക്ക് പുറത്തോ എവിടെ ഏത് ടാസ്ക് ഏൽപ്പിച്ചാലും ആ ടാസ്ക് ചെയ്യുന്നവരാണ് ഞങ്ങൾ. പക്ഷെ ഒരു കാര്യവും ഇന്ന് വരെ ഞങ്ങൾ ചോദിച്ചു പിടിച്ചു വാങ്ങുന്ന ഒരു പാരമ്പര്യത്തിൽ ജനിച്ച ആളല്ല. അങ്ങനൊരു ഡിമാൻഡ് ഞാൻ റേസ് ചെയ്യില്ല. അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തങ്ങളെടുക്കുന്ന എന്ത് തീരുമാനമാണോ ആ തീരുമാനത്തിന് അതിനെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. ആദിൽ, കളമശ്ശേരിയിൽ സീറ്റ് തർക്കമാണോ? ആണോ അതോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ആണോ എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നത്. ഗഫൂറിന്റെ പേരിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതിനിടെ ഗഫൂറിന് മണ്ഡലത്തിൽ ജനപിന്തുണയില്ല. മുഹമ്മദ് ഷായെയാണ് നേതാവായി അവതരിപ്പിക്കേണ്ടതെന്നും മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയാക്കേണ്ടതെന്നും അറിയിച്ചുകൊണ്ട് ലീഗിലെ ഒരു വിഭാഗം എറണാകുളത്ത് നിന്നും പാണക്കാട് പോയി സാദിഖ് അലി തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും പരാതി അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ്, അതൊരു വിവാദമായതിന് പിന്നാലെയാണ് മുഹമ്മദ് ഷായുടെ പ്രതികരണം ഇപ്പോൾ റിപ്പോർട്ടർ TVയിലൂടെ പുറത്തു വരുന്നത്. താൻ ആരെയും പാണക്കാടേക്ക് പോകാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് മുഹമ്മദ് ഷാ പറയുന്നു. തനിക്കൊരു നിർബന്ധവുമില്ല, കളമശ്ശേരി മത്സരിക്കണമെന്ന് ആഗ്രഹമില്ല എന്നുകൂടി മുഹമ്മദ് ഷാ പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തർക്കം ഒഴിവാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എറണാകുളത്തെ ലീഗിനുള്ള ഏക സീറ്റ് കളമശ്ശേരിയിൽ VE അബ്ദുൽ ഗഫൂർ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ഒരിക്കൽ കൂടി ഉറപ്പുവരികയാണ്. ഇനി അഥവാ മലപ്പുറത്തെ, കോഴിക്കോട്ടെ, മലബാറിലെ വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഏത് ദൗത്യം ഏൽപ്പിച്ചാലും സന്നദ്ധനാണ് എന്നുള്ളൊരു സന്നദ്ധ സൂചന കൂടി നേതൃത്വത്തിന് മുന്നിൽ മുഹമ്മദ് ഷാ വെക്കുകയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ കളമശ്ശേരിയിലെ തർക്കം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുഹമ്മദ് ഷായുടെ പ്രതികരണത്തിലെ ആകെ തുക. ആര്യ, ഓക്കെ, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.